ബി.ജെ.പിയിൽ നിന്നുള്ള പടിയിറക്കത്തിന് പിന്നാലെ പുതിയ രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് തമിഴ്നാട് ബി.ജെ.പി മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ. രാഷ്ട്രീയ പാർട്ടിയിലേക്കുള്ള ആദ്യപടിയായി ദ ലീഡർ എന്ന പേരിൽ സംഘടന രൂപീകരിച്ച അണ്ണാമലൈ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചു. അതേസമയം അണ്ണാമലൈ പോയതുകൊണ്ട് പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രൻ പ്രതികരിച്ചു. 6 വർഷത്തെ ബി.ജെ.പി ബന്ധം അവസാനിപ്പിച്ച കെ അണ്ണാമലയ്ക്ക് ഇനി പുതിയ വഴി. ബി.ജെ.പി നേതൃത്വം രാജി അംഗീകരിച്ചതിന് പിന്നാലെ ഭാവി പരിപാടികൾ അണ്ണാമലൈ വിശദീകരിച്ചു. പുതിയ രാഷ്ട്രീയ പാർട്ടി, അതിനു മുൻപ് ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അടിത്തറയൊരുക്കുക. 2020 അണ്ണാമലയുടെ രാഷ്ട്രീയ പ്രവേശന വേളയിൽ ആരംഭിച്ച വെബ്സൈറ്റായ VTheLeader.org ഇതിനായി പുനരുജ്ജീവിപ്പിച്ചു. വെബ്സൈറ്റിൽ വോളണ്ടിയറായി രജിസ്റ്റർ ചെയ്ത് സംഘടനയുടെ ഭാഗമാകാനാണ് അണ്ണാമലയുടെ ആഹ്വാനം. രാഷ്ട്രീയ നിലപാട് പഠിപ്പിക്കാൻ കോയമ്പത്തൂർ ആസ്ഥാനമായി APJ അബ്ദുൽ കലാം സെന്റർ ഫോർ പൊളിറ്റിക്സ് ആരംഭിക്കും. തമിഴ്നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശബ്ദമായിരിക്കും പുതിയ പ്രസ്ഥാനമെന്നും അണ്ണാമലൈ. இன்னைக்கே உங்களை நான் தயார்படுத்த விரும்புகிறேன். அதனால் நீங்கள் நாளைக்கு நான் எடுத்தோம் கவுத்தம் ஒரு முடிவெடுப்பதாக நீங்கள் நினைக்கக்கூடாது. டிசம்பர் 4, 2024 25 பாரதிய ஜனதா கட்சி சொல்லியிருக்கு. ஆனந்தமாக அன்போடு தமிழ்நாட்டில் ஒரு அரசியல் இயக்கத்தை நாம் துவங்க இருக்கின்றோம். இது அரசியல் இயக்கமா கட்சி இல்லையா அப்படின்னு நீங்கள் யாரும் கேட்கவே வேண்டாம். கண்டிப்பாக தமிழகத்தில் அடுத்து நடக்கக்கூடிய தமிழகத்தினுடைய பொது தேர்தலில் நம்முடைய കക്ഷി പോട്ടിയിടും. അതിൽ എന്താ മാറ്റു കരുത്തും ഇല്ല. വ്യക്തിപൂജയിൽ നിന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തെ പുറത്തു കൊണ്ടുവരുമെന്നും എല്ലാ കാലത്തും ഒരേ ആൾ തന്നെ MLA MP എന്ന സങ്കല്പം തകർക്കുമെന്നും അണ്ണാമലൈ പറഞ്ഞു. ബി.ജെ.പി ദേശീയ നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന കാര്യവും അണ്ണാമലൈ തുറന്നു സമ്മതിച്ചു. അതേസമയം അണ്ണാമലയുടെ രാജി ബി.ജെ.പിക്ക് നഷ്ടമോ തിരിച്ചടിയോ ആകുന്നില്ലെന്നായിരുന്നു ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ നയിനാർ നാഗേന്ദ്രന്റെ പ്രതികരണം. പാർട്ടി അതിന്റെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിൽക്കും. ജനാധിപത്യ സമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും നയിനാർ നാഗേന്ദ്രൻ പറഞ്ഞു. വിജയിയെ പോലെ പുതിയ രാഷ്ട്രീയ പാർട്ടിയിലൂടെ യുവ വോട്ടർമാരെയാണ് അണ്ണാമലയും പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പരമ്പരാഗത വോട്ട് ബാങ്കുകൾ പൊളിച്ച് വിജയ് അധികാരം പിടിക്കുന്നതിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട് സാക്ഷ്യം വഹിച്ചത്. അവിടെ പുതിയ പാർട്ടിക്ക് എത്രമാത്രം സ്വാധീനം ചെലുത്താനാകുമെന്ന് കണ്ടറിയേണ്ട വിഷയമാണ്. ബി.ജെ.പിയുടെ ആശീർവാദത്തോടെയാണ് അണ്ണാമലയുടെ നീക്കമെന്ന ചർച്ചകളും സജീവമാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.